ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഈ കുറച്ച് കുട്ടികൾ റംസാൻ ആശംസകൾ നേരാൻ വന്ന കുട്ടികളുമായിട്ട് അങ്ങ് സംബന്ധിച്ചു. വളരെ ചിരിച്ച് കളിച്ച് അങ്ങ് സന്തോഷമായിട്ട് അവർക്ക് ഈ പെരുന്നാളിൻ്റെ ആശംസകളൊക്കെ നേരുന്നു. അപ്പോൾ ഒരു ഒരു എൻ്റെ മനസ്സിലപ്പോൾ തോന്നുന്ന ഒരു കുറുമ്പ്, അതായത് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതികരണമാണ്. നല്ല ചിരിയായിരുന്നു, സന്തോഷമായിരുന്നു മുഖത്ത്. കുട്ടികൾ നിഷ്കളങ്കരാണ്. ആ കുട്ടികളുടെ ഒരു പ്രത്യേകത എവിടെയും നല്ല തോതിൽ അവർ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ആ കുട്ടികൾ ഈ ഈദ് ആശംസകൾ നേരാൻ വേണ്ടി വന്നതാണ്. ഈദ് ആശംസകൾ അങ്കിൾ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷം തോന്നുന്നു. അത് നേരാൻ വേണ്ടി മാത്രമായിട്ട് അവർ വന്നതാണ്. മനസ്സിൽ വേറൊന്നുമില്ല, കുട്ടികൾ അത് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ സാമ്പത്തികമായി ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായ ഒരു 5 കൊല്ലക്കാലം ആണ് കടന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രി ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു LDFിൻ്റെ നേതാവ് എന്ന നിലയിൽ അങ്ങ് കേന്ദ്രത്തെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ സാമ്പത്തികമായി ഇത്രയും ഞെരുക്കവും ശ്വാസം മുട്ടലും നമുക്കുണ്ടാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് പങ്കുണ്ട്. എന്നാൽ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഈ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു. അപ്പോൾ ആ പൂച്ച ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? അത് ഒരാഗ്രഹമാണ് യഥാർത്ഥത്തിൽ. പൂച്ചയെ പ്രസവിക്കണം. അതെ. യഥാർത്ഥത്തിൽ ഖജനാവിനെ ദുർബലപ്പെടുത്താനുള്ള പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടായി. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് വന്നത്. അതിലാദ്യത്തത് നമുക്ക് ന്യായമായി ലഭിക്കേണ്ട വിഹിതം, നികുതി വിഹിതം, അത് ലഭിച്ചില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തിൻ്റെ 2.5% ജനങ്ങളുണ്ട്. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് സഹായം നൽകണമല്ലോ. അതെ. പക്ഷേ സഹായം നൽകിയത്, നികുതി വിഹിതം നൽകിയത് 1.9 മാത്രമാണ്. അപ്പോൾ അവിടെ കുറവ് വന്നു. അതോടൊപ്പം തന്നെ ഏത് ഗവൺമെൻറ്റും വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കും. ആ കടം ചെലവഴിക്കുന്നത് നാടിൻ്റെ ഭാവി വികസനത്തിനാണ്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ കടമെടുക്കാനുള്ള പരിധി വല്ലാതെ കുറച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ല, അതിനിടയിലൊരു വിമർശനം വന്നത് അങ്ങ് ശ്രദ്ധിച്ചെന്നറിയില്ല. ഈ കടമെടുത്തത് കൂടിപ്പോയി, വരാനിരിക്കുന്ന അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന തലമുറ തന്നെ ഇനി ഒരുപാട് കോടികളുടെ കടക്കാരാകും എന്നൊരു ആപൽശങ്ക കലർന്ന ചില സ്വരങ്ങളൊക്കെ ചില സ്ഥലത്ത് കേട്ടു. ഇന്ത്യയിൽ ഈ കടവും മറ്റും എടുക്കുന്നതിൻ്റെ ഒരു ആനുപാതികമായ അവസ്ഥ നോക്കിയാൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു 10-20 സംസ്ഥാനങ്ങളുടെ പുറകിലാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾ വളരെ മുന്നിട്ട് നിൽക്കുകയാണ് കടത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് അതിന് മാത്രമുള്ള വിഭവശേഷിയുണ്ട്. നമുക്ക് ഒരു തരത്തിലും ഒരാശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ കാണേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിക്കാൻ, നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനവും തനത് നികുതിയേതര വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അല്ലലില്ലാതെ പോകാൻ നമുക്ക് കഴിയുന്നത്. ഈ അങ്ങ് ഇപ്പം 10 വർഷം തുടർച്ചയായിട്ട് കേരളം ഭരിച്ചു. അപ്പോൾ ഈ അടുത്ത ഊഴത്തിന് വേണ്ടി അങ്ങ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ 10 കൊല്ലം കഴിയുമ്പോൾ ഒരു തൃപ്തനായ മുഖ്യമന്ത്രിയാണോ അങ്ങ്, അതോ കുറേ കാര്യങ്ങൾ ഇനി ബാക്കി കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്? അങ്ങയുടെ സ്വപ്നത്തിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ അങ്ങ് ചിന്തിച്ചതുപോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ? അല്ല, നടപ്പാക്കാൻ കഴിഞ്ഞതിൽ തൃപ്തിയും നടപ്പാക്കാൻ കഴിയാത്തവ നടപ്പാക്കണം എന്നൊരു ആഗ്രഹമാണല്ലോ സാധാരണ നിലക്കുണ്ടാകുക. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാടിനുള്ള ഒരു അത്യന്തം വേദനാജനകമായ അവസ്ഥ, നാടിൻ്റെ കാര്യത്തിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിൽ യാത്ര വേഗതയിൽ വേണമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാവണം. CM ഒരു സ്പീഡിൻ്റെ ആളാണ്. കേരളത്തിൽ ചില മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു വലുതായിട്ട് പറക്കുന്നു. സ്പീഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ അനാവശ്യമായി കാലതാമസം വരുത്താൻ പാടില്ലല്ലോ. നേരത്തെ ഉള്ളതിൽ വലിയ മാറ്റം ഇപ്പോൾ വന്നിട്ടില്ലല്ലോ. ട്രെയിൻ യാത്രക്കൊക്കെ
ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ വ്യത്യാസം മനസ്സിലാകുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അത്തരമൊരു മാറ്റം ആവശ്യമാണ്. ഈ നാടിൻ്റെ പുരോഗതിക്ക് ഇതൊക്കെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ തികച്ചും രാഷ്ട്രീയമായിട്ടാണ് കണ്ടത്. ഈ പദ്ധതി വേണ്ടെന്നല്ല, ഇപ്പോൾ വേണ്ടെന്നല്ല. ഞങ്ങൾ വന്ന് ഭരിക്കാം, LDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത് വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.